ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി പല തട്ടുകളായി ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൽ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ളവരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ സമ്പാദ്യമുള്ളവരുണ്ട്, അതുപോലെ തന്നെ അതിന് താഴെ സമ്പാദ്യമുള്ളവരുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന താഴേക്കിടയിലുള്ള ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഓട്ടോ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, വിവിധ മേഖലകളിലായിട്ട് പല തൊഴിലേർപ്പെടുന്ന ദിവസവേതനത്തിന് പണിയെടുക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരോടൊക്കെ മനസ്സിൽ ആശങ്കയും നിരാശയും പടർത്തിക്കൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രയും വിദൂരയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും മാതാപിതാക്കൾ അവരുടെ മക്കളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിച്ച് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ഇവർക്ക് എങ്ങനെ തങ്ങളുടെ ഇടയിൽ കാണുന്ന ഈ ആശങ്കാജനകമായ ഒരു കാലഘട്ടം എങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ സ്വർണ്ണവിലയുടെ അതിഭീമമായ വർധനയെക്കുറിച്ചാണ്. ഇപ്പോൾ അത് 1,00,000 രൂപ കടന്നിരിക്കുന്നു ഒരു പവൻ. അതിൻ്റെ മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ GST അടക്കം 1,15,000 രൂപ കൊടുത്തെങ്കിലാണ് ഒരു പവൻ സ്വർണം നമുക്ക് സ്വർണ്ണക്കടയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങൾ, ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ആളുകൾ, അവർക്ക് ഇത് എങ്ങനെ നേടിയെടുക്കാം? അവർക്ക് ഇത് സാധ്യമാണോ? ഓരോ കുടുംബത്തിൻ്റെയും ഈ പറയുന്ന ആളുകൾ, അതായത് ഡെയിലി വേജസിന് പണിയെടുക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിലുള്ള പെൺമക്കളെ വിവാഹത്തിന് വേണ്ടി എങ്ങനെ, അത് നമ്മുടെ ഒരു ആചാരമാണ്, പെൺമക്കൾ അവരുടെ വിവാഹശേഷം സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ തങ്ങളുടെ മക്കൾക്ക് സ്ത്രീധനമായി കൊടുക്കുന്നത് സ്വർണ്ണമാണ്. ഈ സ്വർണം ഇപ്പോൾ ഇവർക്ക് മേടിക്കാൻ പറ്റാത്ത അകലത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും മാതാപിതാക്കൾക്ക് വളരെ ആശങ്കയുളവാക്കുന്ന ഒരു സ്വർണത്തിൻ്റെ വിലയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ സ്വർണം ഇവർക്ക്, ഈ പറയുന്ന ജനങ്ങൾക്ക്, താഴേക്കടയിലുള്ള ജനങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഭീമമായി, മൊത്തത്തിൽ ഇത്രയും ഭീമമായ തുകയ്ക്ക് സ്വർണം മേടിക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയുന്നത്. അത് എന്ന് പറയുന്നത് ഗോൾഡ് ETF, ഗോൾഡ് ട്രേഡഡ് എക്സ്ചേഞ്ച് ഫണ്ട് എന്ന് പറയുന്ന ഈ സ്കീം, ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾക്ക് ഈ ഭീമമായ തുകയെ തരണം ചെയ്യാനായിട്ട് കഴിയും. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഈ താഴ്ന്ന തലത്തിൽ കഴിയുന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ബാങ്കിൽ, HDFC ബാങ്കോ അല്ലെങ്കിൽ ICICI ബാങ്കോ SCI ബാങ്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ പോയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട് ഈ ETF-ൽ നിങ്ങൾ നിക്ഷേപിക്കുക. അത് ഒരു യൂണിറ്റിന് ഇപ്പോൾ 100 രൂപ, പല കമ്പനികളും പല റേറ്റാണ്. 100 രൂപ അല്ലെങ്കിൽ 110 രൂപ, അതിന് 100 രൂപയുടെ താഴെ ഇങ്ങനെയുള്ള വിലയുള്ള ഗോൾഡ് ETF-ൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് കഴിയും. ഒരു യൂണിറ്റിന് 100 രൂപയുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള സ്വർണത്തിൻ്റെ മൂല്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഫിസിക്കലല്ല, സ്വർണം നേരിട്ട് കയ്യിൽ കിട്ടുകയല്ല, അതൊരു നമ്മുടെ അക്കൗണ്ടിൽ ഡിജിറ്റലായി അവിടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിത ചെലവുകൾ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഓരോ തവണകളായി പല യൂണിറ്റുകളായി നിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ആവശ്യങ്ങൾ, കല്യാണ ആവശ്യങ്ങളാണോ എന്താണെങ്കിലും യൂണിറ്റുകളായി പല തവണകളായി മേടിച്ച് നിക്ഷേപിച്ച് ഹോൾഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 5 or 6 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ആ തുക, സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മൂല്യം വർദ്ധിക്കുകയും ഈ ETF-ൻ്റെ, ഗോൾഡ് ETF-ൻ്റെ മൂല്യം വർദ്ധിക്കുകയും അങ്ങനെ നമുക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, സ്വർണത്തിൻ്റെ വില കൂടി എന്ന് പറഞ്ഞിട്ട് നിരാശരാകാതെ, എന്തെങ്കിലും അവിടെ തട്ടിപ്പും വെട്ടിപ്പോന്നുമില്ല, സെബിയുടെ പൂർണ്ണമായ കൺട്രോളിലാണ് ഇത് നടക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ പാൻ കാർഡ് തയ്യാറാക്കുക, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിമാറ്റ് എടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ബാങ്കിലെ സമീപിച്ച് അല്ലെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് ഈ ETF, ഗോൾഡ് ETF എന്ന് പറയുന്ന ഇതിൽ ചേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വർണം എന്ന വിദൂര സ്വപ്നം അത് നമ്മുടെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് സ്വപ്ന സാക്ഷാത്കാരം നടത്തുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കുക. കുട്ടികളെ, നിങ്ങളടുത്തുള്ള ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളിലോ ഒക്കെ തന്നെ കൊണ്ടുപോയി ഡിമാറ്റ് അക്കൗണ്ട് എടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം തുടരുക. അത് എത്രയാണോ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം അതിനനുസരിച്ച് നിങ്ങൾ യൂണിറ്റുകൾ കൂട്ടിക്കൊണ്ട് നിക്ഷേപിച്ച് 5 വർഷമോ 10 വർഷമോ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണം വില കയറുമ്പോൾ ആ മൂല്യം നമുക്ക് കാലാവധിയെത്തും. നമുക്ക് എപ്പോഴാണ് ആവശ്യം അത് സെൽ ഓർഡർ ഇട്ടുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ആ പണമെത്തുകയും നമുക്ക് അത് പിൻവലിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് കഴിയും. അവിടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഗോൾഡ് ETF-ൽ യൂണിറ്റുകളായി നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായി സന്തോഷത്തോടെ ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.